ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഏവൻഗേലിയോൻ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെയുള്ള വാക്യങ്ങളാണ്. പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം 4-ാമത്തെ ഞായറാഴ്ച. ഈ ഏവൻഗേലിയോൻ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്നാമതായിട്ട് 51-ാമത്തെ വാക്യം, യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോകുവാനായിട്ട് നിശ്ചയിച്ചു. യേശു തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പുള്ള അവസാന യാത്ര ആരംഭിക്കുന്നു. ഇത് അവിടുത്തെ ദൗത്യത്തിൻ്റെ നിർണായക നിമിഷമാണ്. അവൻ ഒരിക്കലും പിന്നോക്കം നോക്കുന്നില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് സ്റ്റെറിഗ്മ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം ദൃഢമായ ഉറപ്പ്, സ്ഥിരത. ഇത് മുഖത്തെ ഒരു കല്ല് പോലെ ദൃഢമാക്കുന്ന അർത്ഥമാണ് നൽകുന്നുണ്ട്. വിശുദ്ധനായ അത്താനാസ്യോസ് പറയുകയാണ്, യേശു മരണത്തെ അഭിമുഖീകരിച്ച് ഭയത്തോടെയല്ല, മറിച്ച് സ്വന്തം ഇച്ഛയോടെയാണ്. മനുഷ്യഭയം യേശുവിനില്ലായിരുന്നു. അവൻ്റെ മുഖഭാവം തന്നെ ശിഷ്യന്മാർക്ക് മാതൃകയായി. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളിലേക്ക് നാം ഒന്ന് മുഖം തിരിച്ചു നോക്കണം. അവിടെ നമുക്ക് ദൃഢതയോടെ നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഉറപ്പോടെ നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ? കഷ്ടങ്ങൾ സാരമില്ലാന്ന് നമ്മൾ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ കഷ്ടനഷ്ടമേറിടുന്ന ഭാഗ്യവാനായിത്തീരുന്നുള്ള സാധു കൊച്ചുഞ്ഞു ഉപദേശി പറഞ്ഞതുപോലെ പാടുവാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളിലേക്ക് നാം മുഖം തിരിക്കണം. യേശു യെരുശലേമിലേക്ക് പോകുവാനായിട്ട് തിരിച്ച ആ ദൃഢത, അത് പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളാണ്. ആ പ്രതിസന്ധിയിലേക്ക് അറിയാം, ആ പ്രതിസന്ധിയിലേക്കാണ് അവൻ പോകുന്നത്. പക്ഷെ അതിൽ ഉറച്ചു നിന്നു. നമ്മളും അങ്ങനെയായിരിക്കണം. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം. രണ്ടാമത്തെ ചിന്ത, റിസോൾവ് ഫോർ ദ അസെൻഷൻ. സ്വർഗാരോഹണത്തിനുള്ള ദൃഢനിശ്ചയം. അവൻ്റെ സ്വർഗാരോഹണ കാലം എന്നത് കുരിശ്, പുനരുത്ഥാനം, സ്വർഗാരോഹണം എല്ലാം ഉൾപ്പെടുന്നു. യേശു പിതാവിൻ്റെ പദ്ധതി പൂർണ്ണമായി സ്വീകരിക്കുകയാണ്. സ്വർണ്ണനാവുകാരനായ ഇവാനൂസ് പറയുകയാണ്, ക്രിസ്തു യെരുശലേമിലേക്ക് പോയത് കുരിശ് ചുമക്കാനല്ല, മറിച്ച് ലോകത്തെയും കുരിശിനെയും ജയിക്കാനാണ്. നമ്മുടെ ജീവിതത്തിലെ സ്വന്തം മഹത്വം കഷ്ടതകളിലൂടെയാണ്. യേശു കഷ്ടതകളെ മഹത്വത്തിൻ്റെ പടവായി കണ്ടു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളോ ദുഃഖങ്ങളോ കഷ്ടതകളോ ഉണ്ടെങ്കിൽ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇതിനപ്പുറത്തൊരു ഉത്ഥാനം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇതിനപ്പുറത്തൊരു സ്വർഗത്തിലേക്കുള്ള എടുക്കൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. മൂന്നാമത്തെ ചിന്ത, കഷ്ടത്തെ മുഖാമുഖം കാണുന്ന ധൈര്യം. കറേജ് ടു ഫേസ് സഫറിങ് ഫേസ് ടു ഫേസ്. യേശു തൻ്റെ മുഖം ഉറപ്പിച്ചു അങ്ങോട്ട് പോകുവാനായിട്ട്, യെരുശലേമിലേക്ക് പോകുവാൻ നിശ്ചയിക്കുകയാണ്. യേശു നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഭയമില്ലാത്തൊരവസ്ഥയാണ്. മരണത്തെക്കുറിച്ച് പേടിയില്ലാത്തൊരവസ്ഥ. സ്റ്റിരീസോ, ഉറപ്പിക്കുക എന്ന ഗ്രീക്ക് പദമാണ്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് പറയുകയാണ്, തൻ്റെ സ്വന്തം ഇച്ഛയിൽ അവൻ ക്രൂശിലേക്ക് പോകുന്നു. ആരും അവനെ നിർബന്ധിച്ചില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് നാം ഓടി ഒളിക്കരുത്. ക്രിസ്തുവിൻ്റെ ധൈര്യമാണ് നമുക്ക് മാതൃകയാവുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഓടി ഒളിക്കരുത്. അതിനെ ഫേസ് ചെയ്യാൻ നാം തയ്യാറാകണം. എത്ര പ്രതിസന്ധി വന്നാലും, എത്ര ദുഃഖങ്ങൾ കടന്നു വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ നാം തയ്യാറാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാലാമത്തെ ചിന്ത, യാത്രയുടെ ലക്ഷ്യം മറക്കാത്ത യാത്രികൻ. ദ ട്രാവലർ ഹു നെവർ ഫോർഗെറ്റ്സ് ഹിസ് ഗോൾ. യാത്രയുടെ ലക്ഷ്യം മറക്കാത്ത യാത്രികൻ. യെരുശലേമിലേക്കുള്ള യാത്ര ഒരു ഭൂമിശാസ്ത്രപരമായ മാറ്റം മാത്രമല്ല, ആത്മീയ പൂർത്തീകരണമാണ്. യേശുവിൻ്റെ പദ്ധതി മനസ്സ് മുഴുവൻ രക്ഷാകര പദ്ധതിയായിരുന്നു. നിസയിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുകയാണ്, ആത്മാവിൻ്റെ യാത്ര തുടക്കമില്ലാത്തതും ഒടുക്കമില്ലാത്തതുമാണ്. യേശു ആ യാത്രയിൽ നമുക്ക് മുമ്പേ നടക്കുന്നു. ലോകത്തിലെ നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയുടെ അവസാനം നാം സ്വർഗീയ യെരുശലേമിലെത്തണം. നമ്മുടെ യാത്രയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, അത് സ്വർഗീയ യെരുശലേമായിരിക്കണം. യാത്ര ചെയ്യാൻ ക്രൂശ് നോക്കിയെന്നൊക്കെ പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം സ്വർഗീയ യെരുശലേമാണ്. ഒരു പള്ളിയുടെ യാത്രയുടെ ലക്ഷ്യം സ്വർഗീയ യെരുശലേമായിരിക്കണം. ഒരു പുരോഹിതന്റെ യാത്രയുടെ ലക്ഷ്യം സ്വർഗീയ യെരുശലേമായിരിക്കണം. ഒരു വ്യക്തിയുടെ യാത്രയുടെ ലക്ഷ്യം സ്വർഗീയ യെരുശലേമായിരിക്കണം. യാത്രയുടെ ലക്ഷ്യം ഇന്ന് പലരും മറന്നു പോവുകയാണ്.
നമ്മളെല്ലാം യാത്രക്കാരാണ്, സ്വർഗീയ യാത്രക്കാരാണ്. പക്ഷെ പലരും ഇന്ന് യാത്രയുടെ ലക്ഷ്യം മറക്കുകയാണ്. ഒരിക്കലും നമ്മൾ മറക്കരുത് യാത്രയുടെ ലക്ഷ്യം. ആ സ്വർഗനാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അഞ്ചാമത്തെ ചിന്ത പറയുകയാണ് തിരസ്കരിക്കപ്പെട്ടവന്റെ നിശ്ചയദാർഢ്യം. ഡിറ്റർമിനേഷൻ ഓഫ് ദി റിജക്റ്റഡ് വൺ. ലോകം യേശുവിനെ തിരസ്കരിക്കുമെന്ന് അറിയാഞ്ഞിട്ടും അവൻ മുന്നോട്ട് യെരുശലേമിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവനെ തിരസ്കരിക്കുമെന്നറിയാം, എന്നിട്ടും അവൻ നിശ്ചയിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എത്ര തിരസ്കരിക്കപ്പെട്ടാലും ദൈവത്തിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കണം. സഭാപിതാവായ തെർത്തുല്യൻ പറയുകയാണ്, ലോകം ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു, പക്ഷെ ക്രിസ്തു ലോകത്തെ തള്ളിക്കളഞ്ഞില്ല. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കണം. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ലോകം ക്രിസ്തുവിനെ ഈ യെരുശലേമിലേക്ക് ചെല്ലുമ്പോൾ അവനെ തിരസ്കരിക്കാമെന്ന് അറിഞ്ഞിട്ടും അവൻ നിശ്ചയദാർഢ്യത്തോടുകൂടി അവിടെ പോവുകയാണ്. നമുക്കൊരു പക്ഷേ ജീവിതത്തിൽ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രതിസന്ധി ഉണ്ടായേക്കാം, ദുഃഖങ്ങൾ ഉണ്ടായേക്കാം, ഒരുപാട് വേദന ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ നിശ്ചയദാർഢ്യത്തോടുകൂടി നിൽക്കുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ്. ആറാമത്തെ ചിന്ത പറയുകയാണ് തൻ്റെ ആരോഹണത്തിന്റെ ദിനങ്ങൾ തികയാറായവേ. സ്വീകരിക്കപ്പെടേണ്ട സമയം, ആരോഹണത്തിന്റെ സമയം അടുത്തപ്പോൾ, when the time of ascension, ആരോഹണത്തിന്റെ സമയം അടുത്തപ്പോൾ എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സമയത്തിന് കൃത്യതയുണ്ട്. സ്വീകരിക്കപ്പെടാവുന്ന സ്വർഗാരോഹണത്തെയും കുരിശിലെ ബലിയെയും സൂചിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലും ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട്. അത് തിരിച്ചറിയാൻ പ്രാർത്ഥനയിൽ നാം ഒറ്റിരിക്കണം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ദൈവഹിതം നിവർത്തിക്കാൻ വൈകിച്ചില്ല. നമ്മൾ മാനസാന്തരത്തിന് നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. ഇന്നാണ് രക്ഷയുടെ ദിവസം. ദൈവം വിളിക്കുന്ന സമയം തിരിച്ചറിഞ്ഞ് നാം പ്രതികരിക്കണം. ഏഴാമത്തെ ചിന്ത പറയുകയാണ് the one who sent messengers before him. തൻ്റെ മുമ്പിൽ ദൂതന്മാരെ അയച്ചവൻ. യേശു എല്ലാം തനിച്ച് ചെയ്യുന്നില്ല, അവൻ തൻ്റെ ശിഷ്യന്മാരെ പങ്കാളികളാക്കുന്നു, അവനവരെ മുന്നോടി അയക്കുന്നു. ഇത് ശിഷ്യത്വത്തിലെ ദൗത്യബോധം കാണിക്കുന്നു. ഓരോ ശിഷ്യനും യേശുവിൻ്റെ മുമ്പിൽ പോകുന്ന ദൂതനാണ്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ ക്ലിമ്മീസ് പറയാണ്, ക്രിസ്തുവിന്റെ മുമ്പിൽ പോകുന്ന ദൂതന്മാർ അവന്റെ മഹത്വത്തിന്റെ പ്രകാശകരാണ്. ക്ലിമ്മീസ് പറയുന്നത് ശിഷ്യന്മാർ യേശുവിന്റെ പ്രതിനിധികളാണ് എന്നാണ്. അവരിലൂടെ ലോകം യേശുവിനെ അറിയുന്നു. അവർ തയ്യാറാക്കുന്ന വഴിയിലൂടെയാണ് യേശു വരുന്നത്. നമ്മുടെ ജീവിതവും യേശുവിന് വഴിയൊരുക്കുന്നതായിരിക്കണം. നമ്മുടെ കുടുംബജീവിതം, വ്യക്തി ജീവിതം യേശുവിന് വഴിയൊരുക്കുന്നതാണോ എന്ന് നാം ശാന്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. എട്ടാമത്തെ ചിന്ത പറയുകയാണ് ശമരിയക്കാരുടെ ഗ്രാമത്തിലേക്കുള്ള യാത്ര, ജേർണി ടു ദി വില്ലേജ് ഓഫ് സമരിറ്റൻസ്. യഹൂദരും ശമരിയക്കാരും തമ്മിൽ നൂറ്റാണ്ടുകളായി ശത്രുത നിലനിന്നിരുന്നു. യേശു ആ ഗ്രാമത്തിലേക്ക് പോകാൻ തയ്യാറായി. അവന് വിഭാഗതയെ തകർക്കാൻ വന്നു. അവൻ്റെ സ്നേഹത്തിന് അതിരുകളില്ല. മിശ്രജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരിക്കുന്ന ശമര്യരുടെ അടുത്തേക്ക് ഒരു യഹൂദനായ ക്രിസ്തു കടന്നു ചെല്ലുമ്പോൾ അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ സമുദായ സമവാക്യങ്ങളിലെ യേശു പൊളിച്ചെഴുതുകയാണ്. ക്രിസ്തു യഹൂദന്മാർക്ക് ശമരിയക്കാർക്കും മധ്യമുള്ള മതിലുകൾ പൊളിച്ചു എന്നാണ് ജസ്റ്റിൻ മാർട്ടിയർ, സഭാപിതാവ് ജസ്റ്റിൻ മാർട്ടിയർ പറയുന്നത്, രക്തസാക്ഷിയായ ജസ്റ്റിൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ക്രിസ്തു വിഭാഗീയതയുടെ അവസാനമാണെന്നാണ്. അവനിൽ യഹൂദനും ഗ്രീക്കുകാരനുമില്ല. നാം നമ്മുടെ വിഭാഗീയ ചിന്തകൾ ഉപേക്ഷിക്കണം. സ്നേഹത്തിന് ജാതിയും മതവും തടസ്സമല്ല. ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലണം. ഒമ്പതാമത്തെ ചിന്ത ദൂതന്മാർക്കുണ്ടായ നിരസനം, ദ റിജക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ മെസ്സഞ്ചേഴ്സ്. യേശുവിൻ്റെ ദൂതന്മാർക്ക് ഗ്രാമത്തിൽ നിന്ന് സ്വീകാര്യത ലഭിച്ചില്ല. അവർ നിരസിക്കപ്പെട്ടു. ഇത് ശിഷ്യത്വത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. യേശുവിന് വേണ്ടി പോകുന്നവർ പലപ്പോഴും തിരസ്കരിക്കപ്പെടും. സ്വീകരിക്കുക, അപ്പോടെ കോമായി എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സ്വീകാര്യത ലഭിച്ചിട്ടില്ല. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരസ്കരിക്കപ്പെടുന്നവൻ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ തിരസ്കരിക്കപ്പെടുന്നുവെന്നാണ്. ശിഷ്യന്മാർക്കുള്ളൊരു ബഹുമതി, തിരസ്കാരം ശിഷ്യന്മാർക്കുള്ളൊരു ബഹുമതിയായിട്ടാണ്
ഇഗ്നാത്യോസ് നൂറോനെ പഠിപ്പിക്കുന്നത്. അവർ ലോകത്താൽ തള്ളപ്പെടുമ്പോൾ സ്വർഗം സ്വീകരിക്കപ്പെടുന്നു എന്നാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകാര്യതയ്ക്ക് വേണ്ടി ജീവിക്കരുത്, മനുഷ്യന്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കരുത്. സ്വർഗീയ സ്വീകാര്യതയാണ് വളരെ പ്രധാനപ്പെട്ട. 10ാമത്തെ ചിന്ത, മുഖം യേശുക്രിസ്തു പോയത് യെരുശലേമിലേക്കാണ്. അതാണ് അവർ തിരസ്കരിച്ചതും ശത്രുതയ്ക്ക് കാരണവും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശമരിയക്കാര് ആരാധിച്ചിരുന്ന ഗരിസീം മലയിലാണ് ആരാധിച്ചിരുന്നത്. എന്നാൽ യേശു അവരുടെ ആരാധന സ്ഥലത്തേക്കല്ല പോയത്, മറിച്ച് യെരുശലേമിലേക്കാണ് പോയത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഈ കാലഘട്ടത്തിൽ ആരാധിക്കേണ്ടവനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം അന്യദൈവ ആരാധനയെ കൾച്ചറിൻ്റെ, സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് കൂട്ടിക്കലർത്തി സഭയുടെ പിതാക്കന്മാർ പഠിപ്പിച്ച വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്ന ഒരവസ്ഥ കാണുവാൻ സാധിക്കും. ഒറിഗൻ പറയുകയാണ്, മതപരമായ അന്ധത ഏറ്റവും അപകടകരമായ അന്ധതയാണ്. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആരാധിക്കേണ്ടവനെ മാത്രം യെരുശലേമിലേക്ക് പോവുക, ശമരിയരുടെ ആരാധനാലയത്തിലേക്കല്ല, യെരുശലേമിലേക്ക് പോവുക. അതാണ് ദൈവത്തിൻ്റെ പട്ടണം. ഇന്ന് പല ശമരിയയുടെ അവസ്ഥകളുമുണ്ട്, പക്ഷേ നമ്മുടെ ലക്ഷ്യം യെരുശലേമായിരിക്കണം. 11ാമത്തെ ചിന്ത, സുവിശേഷ പ്രഖ്യാപകരുടെ നിരസനം, സുവിശേഷ പ്രവർത്തകരുടെ നിരസനം, റിജക്ഷൻ ഓഫ് ദി ഗോസ്പൽ പ്രൊക്ലൈമേഴ്സ്. യേശുവിൻ്റെ ദൂതന്മാർ നല്ല വാർത്തയായി പോയി, എന്നാൽ അവർ നിരസിക്കപ്പെട്ടു. നിരസനം ഒരു പുരോഹിതൻ, ഒരു സുവിശേഷകൻ്റെ, ഒരു ദൈവവേലക്കാരൻ്റെ, ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് അവരെ നിരുത്സാഹപ്പെടുത്തരുത്, കാരണം അവർ യേശുവിന് വേണ്ടിയാണ് പോകുന്നത്. സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുന്നവൻ നിരസിക്കപ്പെടുമ്പോൾ അവൻ തൻ്റെ യജമാനോട് കൂടുതൽ അടുക്കുന്നു. യേശുവും നിരസിക്കപ്പെട്ടു, അതിനാൽ നിരസിക്കപ്പെടുന്നവർ യേശുവിൻ്റെ കൂട്ടാളികളാണ്. നാം നിരസനത്തെ ഭയക്കേണ്ടതില്ല, അത് ശിഷ്യത്വത്തിൻ്റെ മുദ്രയാണ്. ജെറുസലേമിലെ വിശുദ്ധ കൂറിലോസ് പറയുകയാണ്, ഓരോ നിരസനവും ശിഷ്യന്റെ ഹൃദയത്തെ പരിശുദ്ധിയിലേക്ക് ഊതുന്ന തീയാണ്. നിരസനമെന്ന തീ നമ്മുടെ ആത്മീയ അഹങ്കാരത്തെ ദഹിപ്പിക്കുന്നു എന്നതാണ്. ഇത് നമ്മെ കൂടുതൽ ദൈവികമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസസ്ഥലങ്ങളും ഓരോ പരീക്ഷണശാലയാണ്. ആ പരീക്ഷയിൽ നാം വിജയിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ വളരുകയാണ് ചെയ്യുന്നത്. 12ാമത്തെ ചിന്ത, ദൈവിക സന്ദർശനത്തെ തിരിച്ചറിയാത്തവർ, ദോസ് ഹു ഡോണ്ട് റെക്കഗ്നൈസ് ഡിവൈൻ വിസിറ്റേഷൻ. ശമരിയർക്ക് അവരുടെ സന്ദർശന സമയം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദൈവം തന്നെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവർ അവനെ കണ്ടില്ല. അവർ മതപരമായ ചട്ടക്കൂടുകളിൽ കുടുങ്ങിപ്പോയി. യേശുവിൻ്റെ മുഖത്ത് അവർ ദൈവത്തെ കണ്ടില്ല. ഇത് ഏറ്റവും വലിയ ദുരന്തമാണ്. രക്ഷവാതിക്കൽ വന്നിട്ടും അത് തുറക്കാതിരിക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവർ, ഇന്ന് പലരും മതപരമായ ചട്ടക്കൂടുകളിൽ കുടുങ്ങിപ്പോകുമ്പോൾ യേശുവിനെ കണ്ടെത്താൻ മറന്നു പോവുകയാണ്. സഭയാണോ വലുത്, ക്രിസ്തുവാണോ വലുതെന്ന് ചോദിച്ചാൽ ഇന്ന് പലർക്കും ക്രിസ്തു 2ാം സ്ഥാനമാണ്, സഭയാണ് 1ാം സ്ഥാനം കൊടുക്കുന്നത്. സഭയുടെ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്ന് പഠിപ്പിക്കുമ്പോഴും അമിതമായി മതപരമായ ചട്ടക്കൂടുകളിൽ കുടുങ്ങിപ്പോയി ക്രിസ്തുവിനെ മറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. ഒറിഗൻ പറയുകയാണ്, ദൈവം ഓരോ ദിവസവും നമ്മെ സന്ദർശിക്കുന്നു, പക്ഷേ നമുക്ക് കണ്ണുകളില്ലാത്തത് കൊണ്ട് കാണുന്നില്ല, ചെവികളില്ലാത്തത് കൊണ്ട് കേൾക്കുന്നില്ല. യേശുവിൻ്റെ മുഖത്ത് മിശിഹായെ ശമരിയർക്കാർ കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം പല രൂപത്തിലും ഭാവത്തിലും വരുന്നു. ഒരു അപരിചിതൻ്റെ, ദരിദ്രൻ്റെ, സുവിശേഷത്തിൻ്റെ വിലകളൊക്കെ കടന്നു വരുമ്പോൾ നാം ആത്മീയമായി ഉണർന്നിരിക്കണം. ദൈവിക സന്ദർശനങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തവർ രക്ഷ നഷ്ടപ്പെടുത്തുകയാണ്. 13ാമത്തെ ചിന്ത, വിഭാഗീയതയുടെ വില, രക്ഷാനഷ്ടം. ദ കോസ്റ്റ് ഓഫ് സെക്ടേറിയനിസം, ലോസ് ഓഫ് സാൽവേഷൻ. പ്രിയമുള്ളവരെ, ശമരിയർ തങ്ങളുടെ വിഭാഗീയത അഭിമാനത്തിൽ ഉറച്ചു നിന്നു. അവർ യേശുവിനെ സ്വീകരിച്ചില്ല, അതുപോലെ അവർക്ക് രക്ഷ നഷ്ടമായി. ഇന്ന് പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മുടെ അഭിമാനത്തിലും പാരമ്പര്യത്തിലും ഉറച്ചു നിന്ന് ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ട്. ക്രിസ്തീയ വിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുത എന്ന് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
കുപ്രിയാനോസ് വിശുദ്ധ സിപ്രിയൻ പറയുകയാണ്, വിഭാഗിതയെ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ കീറുന്നത് കുരിശിനെ അപമാനിക്കുന്നു. വിഭാഗിത ക്രിസ്തുവിൻ്റെ ശരീരത്തെ മുറിക്കുകയാണ് ചെയ്യുന്നത്. ശമരിയർ തങ്ങളുടെ ശരിയായ ആരാധന സ്ഥലത്തിന് വേണ്ടി യേശുവിനെ ബലിയർപ്പിച്ചു. ഇന്നും ഞങ്ങളുടെ പള്ളി ശരിയാണ്, ഞങ്ങളുടെ പള്ളിയാണ് വലുത്, ക്രിസ്തുവല്ല വലുത്, ഞങ്ങളുടെ സഭയാണ് വലുത്, ക്രിസ്തുവല്ല വലുത് എന്ന അഹങ്കാരം ക്രിസ്തുവിനെ സ്വീകരിക്കലും നമ്മൾ തടയുകയാണ്. ഏകതയാണ് ക്രിസ്തുവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. 14ാമത്തെ ചിന്ത, യാത്രയുടെ ക്ലേശം ഏറ്റെടുത്ത ദൂതന്മാർ, മെസ്സഞ്ചേഴ്സ് ഹു ടുക്ക് അപ്പ് ദ ഹാർഡ്ഷിപ്പ് ഓഫ് ട്രാവൽ. ശമരിയിലേക്കുള്ള യാത്ര എളുപ്പമല്ല, നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിട്ടും ദൂതന്മാർ പോയി. സുവിശേഷ വേലയിൽ ക്ലേശമുണ്ടാകും. സുഖം നോക്കിയാൽ ശുശ്രൂഷ നടക്കില്ല, ക്രിസ്തുവിനായി നടക്കണം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ യാത്രയുടെ ക്ലേശം ഏറ്റെടുത്ത ദൂതന്മാരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കാരണം ശമരിയിലേക്കാണ് പോകുന്നത്. കൈസരിയയിലെ വിശുദ്ധ ബസേലിയോസ് പറയുകയാണ്, രാജാവിൻ്റെ മുമ്പിൽ പോകുന്നവൻ ഭയപ്പെടരുത്, നിരസിക്കപ്പെട്ടാലും രാജാവിൻ്റെ നാമം മതി അവന് ബഹുമാനമാണ്. സുവിശേഷം പറയുമ്പോൾ ആളുകൾ നമ്മെ നിരസിച്ചേക്കാം, പക്ഷേ നമ്മൾ രാജാവിൻ്റെ പ്രതിനിധികളാണ്. പരാജയപ്പെട്ടാൽ അവിടുത്തെ നാമം മഹത്വപ്പെടുന്നു. അതിനായി ധൈര്യത്തോടെ നാം പോകണം. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ ഏറ്റുവാങ്ങിയേക്കാം, പക്ഷേ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവൻ നമ്മളെ ബഹുമാനിക്കും, അവൻ നമ്മെ കരുതും, അവൻ നമ്മോട് ചേർന്ന് നിൽക്കും. 15ാമത്തെ ചിന്ത, മെസ്സഞ്ചേഴ്സ് ആസ് മോഡൽസ് ഓഫ് ഒബീഡിയൻസ്. അനുസരണയുടെ മാതൃകയായ ദൂതന്മാർ. യേശുക്രിസ്തു ദൂതന്മാരോട് പറയുമ്പോൾ അവർ പോവുകയാണ്. അനുസരണം എന്താണ്? എന്തിനു വേണ്ടിയാണ്? ഇതെന്തിനാണ്? ഇങ്ങനെ ചോദിക്കാതെ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് പോയി. വിശുദ്ധ അംബ്രോസ് പറയുകയാണ്, അപ്പോസ്തലന്മാരുടെ മഹത്വം അവരുടെ വാഗ്മീയത്വത്തിലല്ല, ക്രിസ്തുവിൻ്റെ കൽപ്പനയോടുള്ള ത്വരിത അനുസരണയിലാണ്. ദൈവം നിന്നെ വിളിക്കുമ്പോൾ വൈകരുത്, ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവൊഴി പറയരുത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അനുസരണത്തിലൂടെയാണ് അഭിഷേകം ഉണ്ടാകുക. ദൂതന്മാർ ചോദ്യം ചെയ്യാതെ പോയി. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. 16ാമത്തെ ചിന്ത, യേശുവിനെ സ്വീകരിക്കാത്ത ഹൃദയങ്ങൾ. ശമരിയർ യേശുവിനെ സ്വീകരിച്ചില്ല, അവരുടെ ഹൃദയം അടഞ്ഞിരുന്നു. ഇന്ന് നമ്മളുടെ പലരുടെയും അവസ്ഥ ഇതാണ്. ദൈവസന്റെ അടുത്ത് വന്നിട്ടും ഹൃദയം തുറന്നില്ലെങ്കിൽ ദൈവാനുഭവം സംഭവിക്കുകയില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കുക. ദൈവം വാതിൽക്കൽ തട്ട് മുട്ടി വിളിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം ഇതാ ഞാൻ കണ്ടാൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവ് നമ്മളെ മുട്ടി വിളിക്കുകയാണ്. വിശുദ്ധ ഗ്രിഗോറിയോസ് കാണിക്കുന്നത് ദൈവം നമ്മളെ നിർബന്ധിക്കുകയാണ്. വിശുദ്ധനായ ഗ്രിഗോറിയോസ് പറയുകയാണ്, ദൈവം നമ്മളെ നിർബന്ധിക്കുകയാണ് അവനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുവാൻ. പ്രിയമുള്ളവർ, ദൈവത്തെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയിട്ടുണ്ടോ? ശമരിയരുടെ ഹൃദയങ്ങൾ സ്വീകരിച്ചില്ല, നമ്മുടെ ഹൃദയം സ്വീകരിക്കാൻ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ മനസ്സ്, ചിന്തകൾ, വാക്കുകളെല്ലാം സത്യകുംഭസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ്, മ്ലേച്ഛതകളെല്ലാം, പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധീകരണം പ്രാപിക്കുവാൻ നാം സാധിക്കണം. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ടിയിരിക്കുന്നു. 17ാമത്തെ ചിന്ത, തൻ്റെ ശിഷ്യന്മാരെ യാക്കോബ്, യോഹന്നാൻ അത് കണ്ടിട്ട് തന്നോട് തങ്ങൾ 54ാമത്തെ വാക്യം, ഞങ്ങളുടെ കർത്താവെ, ഏലിയ ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അവരെ പാടെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് അങ്ങേക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. താൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട്, നിങ്ങൾ ഏത് ആത്മാവിനുള്ളവർ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. 17ാമത്തെ ചിന്ത, പ്രതികാര ചിന്തയുടെ അപകടം, ദ ഡേഞ്ചർ ഓഫ് റിവെഞ്ച്ഫുൾ തോട്ട്സ്. ശിഷ്യന്മാർ ഏലിയ ചെയ്തതുപോലെ ആകാശത്തുനിന്ന് അഗ്നി ഇറക്കട്ടെ എന്ന് ചോദിക്കുക. ആകാശത്തുനിന്ന് അഗ്നി ഇറക്കി അവരെ പാടെ നശിപ്പിക്കുന്നത് വേണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേരുമ്പോൾ നാം മനസ്സിലാക്കണം, പ്രതികാരം കർത്താവിനുള്ളതാണ്. നമ്മൾ ആരോടും പ്രതികാരം ചെയ്യരുത്. പ്രതികാരം ദൈവത്തിനുള്ളതാണെന്ന് നാം തിരിച്ചറിയണം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ 18ാമത്തെ ചിന്ത, അധികാരത്തിൻ്റെ ദുർവിനിയോഗം, ദ മിസ്യൂസ് ഓഫ് സ്പിരിച്വൽ അതോറിറ്റി. ഒരു സ്പിരിച്വൽ അതോറിറ്റി ശിഷ്യന്മാർക്കുണ്ടായിരുന്നു, അതവർ ദുർവിനിയോഗം ചെയ്യുകയാണ്. അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. നമുക്കൊരു സ്പിരിച്വൽ അതോറിറ്റി ഉണ്ട്. ഇന്ന് സ്പിരിച്വൽ അതോറിറ്റിയിൽ നിൽക്കുന്ന മനുഷ്യർ പലരും അത് അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ്. ക്രിസ്തു അതിന് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം അതൊരിക്കലും ദുർവിനിയോഗം ചെയ്യരുത്.
ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കണം. 19ാമത്തെ ചിന്ത, സഹിഷ്ണുതയുടെ അഭാവം, ദ ലാക്ക് ഓഫ് ടോളറൻസ് ആൻഡ് പേഷ്യൻസ്. ഇന്ന് പലർക്കും, ക്രിസ്തീയ ശുശ്രൂഷകർക്കും ക്രിസ്ത്യാനിക്കും ഇല്ലാതെ പോയിരിക്കുന്ന അവസ്ഥയാണ്. പല ശമരിയകളുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ ശത്രുതയോടെ ക്രിസ്തീയ മാർഗം വിട്ട് പലരും ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ക്രിസ്തീയ മാർഗം വിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. സഹിഷ്ണുത വളരെ പ്രധാനപ്പെട്ടതാണ്. ലാക്ക് ഓഫ് ടോളറൻസ് ആൻഡ് പേഷ്യൻസ്. സഹിഷ്ണുത ഇല്ലാത്തൊരവസ്ഥ. സഹിഷ്ണുത വേണം. ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സഹിഷ്ണുതയാണ്. മനുഷ്യർ കുറ്റപ്പെടുത്തുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, തിരസ്കരിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ സഹിഷ്ണുതയോടെ നിൽക്കുക, ക്രിസ്തുവിലായിരിക്കുക. 20ാമത്തെ ചിന്ത, ശിഷ്യന്മാർ ഏലിയ ചെയ്തതുപോലെ എന്ന് പറയുകയാണ്. പഴയ നിയമ വായന അവിടെ കൊണ്ടുവരികയാണ്, പഴയ നിയമത്തിലെ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. അതാണ് 20ാമത്തെ ചിന്ത പറയുകയാണ്, പഴയ നിയമ വായനയും തെറ്റായ വ്യാഖ്യാനവും, മിസ്ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. ഇന്ന് വേദപുസ്തകം വ്യാഖ്യാനിക്കപ്പെടുന്നവർക്ക് നൽകുന്ന ഏറ്റവും നല്ല ചുട്ട മറുപടിയാണ് ഈ വചനത്തിലൂടെ കാണുന്നത്. ക്രിസ്തു കൃത്യമായും വ്യക്തമായ മറുപടി പറയുന്നുണ്ട് താഴെ ഭാഗത്തിൽ. ഇന്ന് നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്? വേദവായനകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ ചിന്തയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകരുത്. ക്രിസ്തീയമായ സഭയുടെ പിതാക്കന്മാർ പഠിപ്പിച്ച വ്യാഖ്യാനത്തിൽ അടിയുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പഴയ നിയമ പുതിയ നിയമ വായനകളിലൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലുള്ളവരുടെ മധ്യത്തിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കണം. 22ാമത്തെ ചിന്ത, ശാസനയിലൂടെയുള്ള തിരുത്തൽ, കറക്ഷൻ ത്രൂ റീബോക്ക്. പ്രിയമുള്ളവരെ, അവൻ തിരിഞ്ഞുകൊണ്ട് അവരെ ശാസ്ത്രം, നിങ്ങൾ ഏത് ആത്മാവിനുള്ളവർ എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറയുകയാണ്. യേശുക്രിസ്തു അവിടെ ഉപേക്ഷിക്കുകയല്ല, അവരെ ശാസനയോടെ തിരുത്തുകയാണ്. പലപ്പോഴും തെറ്റ് ചെയ്യുന്നവരെ ശാസനയോടെ തിരുത്തുവാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കുന്നില്ല. ഒരു ദേവാലയത്തിൽ സാധിക്കുന്നില്ല, ഒരു പുരോഹിതന് സാധിക്കുന്നുണ്ടോ? ഒരു മെത്രാപ്പൊലീത്തയ്ക്ക് സാധിക്കുന്നുണ്ടോ? ഒരു സമൂഹത്തിൻ്റെ ലീഡർക്ക് സാധിക്കുന്നുണ്ടോ? തെറ്റ് ചെയ്തവനെ ഇല്ലാതാക്കുകയല്ല, ശാസനയോടെ തിരുത്തി അവനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. 22ാമത്തെ ചിന്ത, ആത്മീയ ചൈതന്യത്തെ തിരിച്ചറിയുക, ഐഡന്റിഫൈങ് ദ ട്രൂ സ്പിരിച്വൽ സ്പിരിറ്റ്. ഏത് ആത്മാവിനുള്ളവർ എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറയുക. നമുക്കൊരു ആത്മാവുണ്ട്. ദാവീദ് പറഞ്ഞ പോലെ നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുത്തു മാറ്റരുത് എന്ന് പറഞ്ഞു. അതെ, സ്പിരിച്വൽ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, ആ ആത്മീയ ചൈതന്യത്തെ നാം തിരിച്ചറിയണം. നിങ്ങൾ ഏത് ആത്മാവിനുള്ളതാണെന്ന് ക്രിസ്തു ചോദിക്കുമ്പോൾ 2 തരത്തിലുള്ള ആത്മാവുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവും, ഒന്ന് തിന്മയുടെ ആത്മാവും. ശിഷ്യന്മാരോട് ഉപയോഗിച്ച വാക്കുകൾ തിന്മയുടെ ആത്മാവാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മയുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ വാക്കിൽ, ചിന്തയിൽ, പ്രവർത്തനങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു തുളുമ്പട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ തെറ്റിൽ തിരുത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. 23ാമത്തെ ചിന്ത, യഥാർത്ഥ വിവേകം പ്രാപിക്കുക, അറ്റൈനിങ് ട്രൂ സ്പിരിച്വൽ ഡിസേൺമെന്റ്. ഇന്ന് യഥാർത്ഥമായ വിവേകമില്ല, സ്പിരിച്വൽ ആയിട്ടുള്ള ഡിസേൺമെന്റ് ഇല്ല, സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വിവേകം പ്രാപിക്കുന്നില്ല. അതുകൊണ്ടാണ് സഭയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് കുടുംബങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ദേവാലയങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. യഥാർത്ഥമായ വിവേകം പരിശുദ്ധാത്മാവിലൂടെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. 24ാമത്തെ ചിന്ത, പ്രാണന്റെ വിലയറിയാൻ ദൈവം, ദ ഗോഡ് ഹൂ നോസ് ദ വാല്യൂ ഓഫ് സോൾസ്. ആത്മാവിന്റെ വിലയറിയുന്ന, ജീവന്റെ വിലയറിയുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ മനുഷ്യപുത്രൻ വന്നിരിക്കുന്ന നശിപ്പിക്കാനല്ല, ജീവിപ്പിക്കാനാണെന്ന് പറയുകയാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും കടമ അതാണ്. നഷ്ടപ്പെട്ടു പോയവർ നീ നിന്റെ തിരുമുമ്പാകെ വന്ന് സമ്മേളിക്കണമേ, അവർ തിരിച്ചു വരണമേ എന്ന് വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ പറയുന്നത് പോലെ ഒരുവനെ ഇല്ലാതാക്കുകയില്ല, മറിച്ച് അവനെ സ്വീകരിക്കുക. പ്രാണന്റെ വിലയറിയുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളും അങ്ങനെയായിരിക്കണം. 25ാമത്തെ ചിന്ത, ലൗകിക സുരക്ഷിതത്വത്തിന്റെ അഭാവം, ആബ്സെൻസ് ഓഫ് വേൾഡ്ലി സെക്യൂരിറ്റി.
ഇവിടെ അവർ വഴിയിൽ പോകുമ്പോൾ ഒരുവൻ വന്ന് യേശു എന്നെ എവിടെ പോയാൽ ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറയുമ്പോൾ യേശു പറയാണ്, കുറുക്കന്മാർ കുഴികളും ആകാശത്തിൽ പറവകൾ കൂടുകളുമുണ്ട്, മനുഷ്യപുത്രൻ തല ചായ്ക്കാൻ ഒരു ഇടമില്ല എന്ന് പറയുകയാണ്. കുറുനരികൾക്ക് മാളമുണ്ട്, ആകാശത്തിൽ പക്ഷി കൂടുമുണ്ട്, മനുഷ്യപുത്രനാകട്ടെ തൻ്റെ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ലൗകിക സുരക്ഷിതത്വത്തിൻ്റെ അഭാവം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ക്രിസ്തുവിന് ചേർന്ന് നിൽക്കുന്നവർക്ക് ലൗകിക സുരക്ഷിതത്വം ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ അവൻ നമ്മളെ മാനിക്കും, അവൻ നമ്മെ കരുതും, അവൻ നമ്മളോട് കൂടെ ഇരുന്ന് വഴി നടത്തും. നമുക്കൊരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവൻ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. 26ാമത്തെ ചിന്ത, സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുള്ള ക്രിസ്തീയ ശുശ്രൂഷ. സർവീസ് റിനൗൺസിങ് കംഫോർട്ട്സ്. ഭൂമിയിൽ വേരുകളില്ലാത്ത ജീവിതമാണ്. സ്വർഗീയ നിക്ഷേപത്തിന് മുൻഗണന കൊടുക്കുകയാണ്. സുഖലോലുപതയെ വെല്ലുവിളിക്കുകയാണ്. തിന്നും കുടിച്ചും മതിച്ചും പുളച്ചു നടക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരെന്ന നിലയിൽ എളിമ ധരിക്കാൻ സാധിക്കണം. ദേവാലയത്തിൽ എളിമ വേണം, ഭവനത്തിൽ എളിമ വേണം, കൂദാശകളിൽ എളിമ വേണം. എന്തിനാ പറയും, നമ്മൾ ഓരോ ചെയ്യുന്ന വിവാഹത്തിനും പുതിയ ഭവനം വാങ്ങിച്ചതിൽ താമസം ആരംഭിക്കുമ്പോഴൊക്കെ നമ്മുടെ എളിമ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ വാഹനത്തിൽ നമ്മളുടെ എളിമ നഷ്ടപ്പെടുകയാണ്. വീടിൻ്റെ നിർമ്മാണത്തിൽ എളിമ നഷ്ടപ്പെടുകയാണ്. ഇത് ക്രൈസ്തവമല്ല എന്നാണ് തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് യോജിച്ച രീതിയിൽ നാം നടക്കണം, ചരിക്കണം, ജീവിക്കണം. അതാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. 27ാമത്തെ ചിന്ത, ദ ഡയറക്റ്റ് കോൾ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ വിളി നേരിട്ടാണ്. മറ്റൊരുവൻ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അതിനവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ പിതാവിനെ അടക്കം ചെയ്യാൻ അനുവാദം തരണമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് വിളിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ വിളിക്കുകയാണ് അവന് വേണ്ടി. നമ്മൾ ഓരോരുത്തരും അവൻ്റെ വിളിയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ടോ? പാവപങ്കിലമായ ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം. 28ാമത്തെ ചിന്ത, ആത്മീയ മരണം തിരിച്ചറിയുക. റെക്കഗ്നൈസ് ദ സ്പിരിച്വൽ ഡെത്ത്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്ന് പറയുക. ആത്മീയമായ മരണം സംഭവിച്ചിരിക്കുകയാണ് പലരും. അവരെ മരിച്ചവരെന്ന രീതിയിലാണ് നിൽക്കുന്നത്. നമ്മൾ വെറും നാമമാത്ര ക്രിസ്ത്യാനികളായി മാറുന്നുണ്ട്. നമ്മൾ മരിച്ചവർക്ക് തുല്യമാണ്. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. 29ാമത്തെ ചിന്ത, ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള വിളിയാണ്. ദ അർജൻസി ഓഫ് പ്രീച്ചിങ് ദ കിങ്ഡം. നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. നീയോ പോയി ദൈവത്തിൻ്റെ രാജ്യം പ്രസംഗിക്കാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യം പ്രസംഗിക്കാനാണ്. ഈ കാലഘട്ടം അത്രയും, ജനിച്ച കാലം മുതൽ അത്രയും എത്ര പേരോട് സുവിശേഷം പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്? ക്രിസ്തുവിനെ അറിയാത്തവരോട് സുവിശേഷം പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? 30ാമത്തെ ചിന്ത, ജീവന്റെ സന്ദേശത്തിന് പ്രഥമ സ്ഥാനം. പ്രയോറിറ്റി ഓഫ് ദി മെസ്സേജ് ഓഫ് ലൈഫ്. മരിച്ചവരെ അടക്കട്ടെ, നീ അവിടെ പോയാലും കുഴപ്പമില്ല, പക്ഷെ ദൈവരാജ്യം പ്രസംഗിക്കണം. നോക്കിയേ, എത്ര പ്രയോറിറ്റിയാണ് ക്രിസ്തു ദൈവരാജ്യം പ്രസംഗത്തിന്, സുവിശേഷ പ്രസംഗത്തിന് കൊടുക്കുന്നത്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി മാറണം. ദൈവരാജ്യം പ്രസംഗിക്കണം. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്, ദ കിങ്ഡം ഈസ് ഗ്രേറ്റർ ദാൻ ഡെത്ത്. മരണത്തെക്കാൾ വലുതാണ് ദൈവരാജ്യം. സുവിശേഷത്തിൻ്റെ അടിയന്തര സ്വഭാവത്തെ യേശു ക്രിസ്തു ഇവിടെ വിളിച്ച് കാണുവാൻ സാധിക്കും. 31ാമത്തെ ചിന്ത, പിന്നോട്ട് വലിക്കുന്ന സ്നേഹബന്ധങ്ങൾ. ലവ് ടൈസ് പുള്ളിങ് ബാക്ക്. ക്രിസ്തുവിലേക്ക് സുവിശേഷവൽക്കരണത്തിനും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചില ബന്ധങ്ങൾ നമുക്ക് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെല്ലാം പൊട്ടിച്ചെറിയാനാണ് ക്രിസ്തു പറയുന്നത്. അത് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടെന്നല്ല, ഭർത്താവിനെ ഭാര്യയെ സ്നേഹിക്കേണ്ടെന്നല്ല, മറിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അത് പൊട്ടിച്ചെറിയുവാൻ കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. മറിച്ച് ക്രിസ്തുവുമായ ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കണം. 32ാമത്തെ ചിന്ത, ദൈവവിളിയും വ്യക്തിപരമായ താല്പര്യങ്ങളും. ഇവിടെ
ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ഒരു ക്ലോസ് വെക്കുകയാണ്. വീട്ടിലുള്ളവരുടെ യാത്ര പറയാൻ പോവുകയാണ്. ഡിവൈൻ കോൾ ആൻഡ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഇന്ന് പലരും ദൈവവിളി തിരഞ്ഞെടുത്തിരിക്കുന്നത് വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്വം കൊണ്ടൊന്നല്ല ചിലർ ദൈവവിളി തിരഞ്ഞെടുത്തത്. ചില വ്യക്തിപരമായ, പണപരമായും സ്വാധീനപരമായും സാമ്പത്തികമായിട്ടും നേതൃപരമായിട്ടൊക്കെ മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു വ്യഗ്രതയോടെ ചില ദൈവവിളിയെ തിരഞ്ഞെടുക്കുന്നു. അത് യഥാർത്ഥ ദൈവവിളിയല്ല. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥ ദൈവവിളി അനുസരിച്ച് നാം മുന്നോട്ട് പോകണം. 33-ാമത്തെ ചിന്ത, ഹൃദയത്തിന്റെ പകുതി ലോകത്തിലാണ്. ഹാഫ് ഓഫ് ദ ഹാർട്ട് ഇൻ ദ വേൾഡ്. ഹൃദയത്തിന്റെ പകുതി ലോകത്തിലാണ്. ലോകത്തിന് ഹൃദയം കൊടുക്കാതെ ക്രിസ്തുവിന് ഹൃദയം കൊടുക്കുവാൻ നാം തയ്യാറാകണം. പരിപൂർണമായിട്ട് ഹൃദയം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകണം. യഥാർത്ഥ യാത്രയായപ്പോൾ ക്രിസ്തുവിലേക്ക് കൊണ്ടാണ്. 34-ാമത്തെ ചിന്ത, കുടുംബത്തോടുള്ള അമിത ആസക്തി, എക്സസീവ് അറ്റാച്ച്മെന്റ് ടു ഫാമിലി. കർത്താവ് പറയുകയാണ്, നീ എന്നെക്കാൾ അധികമായി ആരെങ്കിലും സ്നേഹിക്കാൻ എന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനോട് അടുത്ത് വരുന്നതല്ല. എല്ലാറ്റിനും ഉപരിയായിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ നാം തയ്യാറാകണം. ഇന്ന് മക്കളോടുള്ള അമിതമായ ആസക്തി മൂലം പലരും ദൈവരാജ്യം നഷ്ടപ്പെടുന്നു. ഭാര്യയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോടുള്ള അമിത ആസക്തി മൂലം ദൈവരാജ്യം നഷ്ടപ്പെടുത്തുന്നു. അവരാരെയും സ്നേഹിക്കേണ്ട എന്നല്ല, കൂട്ടുകാരോടുള്ള അമിത ആസക്തി മൂലം സ്വന്തം ജീവിത പങ്കാളിയോട് അല്ലെങ്കിൽ ജീവിത പങ്കാളിയാകാൻ പോകേണ്ട വ്യക്തിയോട് ചില പ്രണയബന്ധങ്ങൾ അകപ്പെട്ടു പോയിട്ട് ക്രിസ്തുവിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ കാണുവാൻ സാധിക്കും. ക്രിസ്തുവിനോടുള്ള ബന്ധം ഒരു കാരണവശാലും നഷ്ടപ്പെടരുത്. പരിപൂർണമായിട്ട് ക്രിസ്തുവിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. 35-ാമത്തെ ചിന്ത, യേശുക്രിസ്തു പറയുകയാണ്, പിമ്പോട്ട് നോക്കുന്നവന്റെ അപകടം, ദ ഡേഞ്ചർ ഓഫ് ലുക്കിംഗ് ബാക്ക്. യേശുവരോട് പറയുകയാണ്, കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പിന്നോട്ട് നോക്കുന്നവർ ആരും ദൈവരാജ്യത്തിന് യോഗ്യനല്ല എന്ന് പറയുക. പിമ്പോട്ട് നോക്കുന്നവന് അപകടമുണ്ട്. മുൻപോട്ട് മാത്രം പോവുക, പിൻപിലോട്ട് നോക്കി യാത്ര ചെയ്യരുത്. മുൻപോട്ട് നോക്കുക, ക്രിസ്തുവിനെ നോക്കുക. ലോകത്തെ നോക്കരുത്, മ്ലേച്ഛത നോക്കരുത്, പഴയ പാപങ്ങളെ നോക്കരുത്. ക്രിസ്തുവിലേക്ക് അടുത്തു വരിക, ദൈവിക സന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരിക, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുക. ഒരു സ്ഥിരതയുള്ള വിശ്വാസത്തോടെ ഭൂതകാലത്തിൻ്റെ പിടിയിൽ നിന്ന് മോചനം ലഭിക്കുക. ഒരിക്കൽ തുടങ്ങിയാൽ നിർത്തരുത്. ദൈവരാജ്യത്തിന് യോഗ്യനാവുക. ലക്ഷ്യത്തിലേക്കുള്ള കണ്ണുകൾ ഉറപ്പിക്കുക. പ്രിയമുള്ളവരെ, പ്രധാനമായിട്ടും 35 ചിന്തകളാണ് നമ്മൾ ഏവൻഗേലിയൻ വേദഭാഗത്തിൽ നിന്ന് കണ്ടത്. ഈ ചിന്തകൾ ക്രിസ്തുവിലേക്ക് അടുത്തു വരത്തക്കവണ്ണം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.